പുതുതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആലപ്പുഴ പത്തനംതിട്ട സെഷൻ ഒരുക്കുന്ന പാഠപഠന ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്നത്തെ പാഠം ദൈവവുമായുള്ള ബന്ധത്തിൽ വളരുക എന്ന തലക്കെട്ടോടുകൂടി തുടങ്ങിയ ഈ ക്വാർട്ടറിലെ ഏറ്റവും അവസാനത്തെ പാഠമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. 13ാമത്തെ പാഠം നിത്യതയിലേക്ക് എന്നാണ് ഈ പാഠത്തിൻ്റെ തലവാചകം. വളരെ മനോഹരമായ, എല്ലാവർക്കും സന്തോഷം നൽകുന്ന, നമ്മൾ ഒത്തിരിയേറെ കാത്തിരുന്ന സംഭവങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ പാഠപഠനത്തിന് മുമ്പായി നമുക്ക് ഏവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കാം. മഹോന്നതങ്ങളിൽ വാസം ചെയ്യുന്ന സ്നേഹവാനും കാരുണ്യവാനുമായ പിതാവേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിക്കുമാറാകണമേ. ഞങ്ങൾക്ക് തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന ഈ പാഠത്തിനായി നന്ദി അർപ്പിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളെല്ലാം പഠിക്കുന്നതിൻ്റെ ആകത്തുകയായി ഈ ഒരു വലിയൊരു പാഠം ദൈവമേ, ഇത് വളരെ മനോഹരമായ പാഠം, നിത്യതയിലേക്ക് എത്തിച്ചേർക്കപ്പെടാനുള്ള ഈ പാഠം കർത്താവേ, ഞങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുമാറാകണമേ. ഞങ്ങളും അതിനുവേണ്ടി തയ്യാറെടുക്കാൻ അവൻ സഹായിക്കുമാറാകണമേ. ഞങ്ങളുടെ തെറ്റുകൾ, കുറ്റങ്ങൾ, കുറവുകളെല്ലാം അവന് ക്ഷമിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിനാൽ ഈ പാഠത്തെ നയിക്കുമാറാകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമേൻ. 13ാമത്തെ പാഠമാണ് എടുക്കുന്നത്, നിത്യതയിലേക്ക്. മനപ്പാഠവാക്യം എടുത്തിരിക്കുന്നു 1 യോഹന്നാൻ 3:2. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുന്നു എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം തന്നെ അറിയുന്നു. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു. ശരിക്കും നമ്മൾ ഇന്നത്തെ പാഠത്തിൽ നിത്യതയിലേക്കുന്നൊരു പാഠം, ഇത് ഒരു കാതലായ ഒരു ഭാഗമാണ് അല്ലേ. നമ്മൾ ഇത്ര നാളും പഠിച്ചതെല്ലാം കൂട്ടി നോക്കുമ്പോൾ എന്താണ്, നിത്യതയിലേക്ക് സ്വർഗത്തോടൊപ്പം ആയിരിക്കാൻ, യേശുവിനോടൊപ്പം സ്വർഗത്തിലായിരിക്കാനാണ് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്നൊരു ടാസ്ക് എന്ന് പറയുന്നത് മത്തായിയുടെ സുവിശേഷം 24:13 അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അതായത് നമ്മൾ ഇന്ന് ഈ ലോകത്ത് ഒരുപാട് കഷ്ടതകൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നമുക്കും നമ്മുടെ ചുറ്റും നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ദൈവം നമ്മോട് പറയുന്നത്, ക്രിസ്തുവിൽ വിശ്വാസത്താലായിരിക്കുന്ന ഒരു വ്യക്തി എന്തു വന്നാലും അവസാനത്തോളം സഹിച്ചു നിൽക്കണം. നമ്മളതിൻ്റെ പാതി വഴി വെച്ചിട്ട് കളഞ്ഞിട്ട് പോകാൻ പാടില്ല. അല്ലെങ്കിൽ ആ പ്രശ്നം രൂക്ഷമാകുമ്പോഴേ യേശുവിലേക്ക് നോക്കുന്നതിന് പകരം പ്രശ്നത്തെ നോക്കി പോകാൻ പാടില്ല, എന്നാൽ നിത്യതയിൽ എത്തിച്ചേരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഭൂമിയിൽ നമുക്ക് എത്ര വർഷങ്ങൾ ശേഷിച്ചിരിക്കുന്നു എന്ന് നാം പരിഗണിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണ്, നമുക്ക് എത്ര വർഷം ശേഷിച്ചാലും നിത്യതയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെങ്കിൽ യേശുവിലേക്ക് ദൃഷ്ടി പതിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സങ്കീർത്തനം 25:15 ഇങ്ങനെ പറയുന്നു, എൻ്റെ കണ്ണുകൾ എപ്പോഴും യഹോവയെങ്കിലേക്കാവുന്നു, അവൻ എൻ്റെ കാലുകളെ വലയിൽ നിന്നും വിടുവിക്കുമെന്നാണ്. എൻ്റെ കണ്ണുകൾ എപ്പോഴും യഹോവയെങ്കിലേക്കാവുന്നു, ദൈവത്തിലേക്ക് തന്നെ എപ്പോഴും നോക്കണം. അപ്പോൾ വലയിൽ നിന്ന് വിടുവിക്കും, എൻ്റെ കാലുകളെ വലയിൽ നിന്ന് വിടുവിക്കും. പ്രശ്നമാകുന്ന എല്ലാ വലയിൽ നിന്നും ദൈവം നമ്മെ രക്ഷിക്കുമെന്ന് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഈ ആഴ്ച നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ്. സ്വർഗം എങ്ങനെ ആയിരിക്കുമെന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ആഴ്ച ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ നിത്യതയെന്ന് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ സൃഷ്ടിച്ച, നമ്മൾക്ക് പാപത്തിന് വേണ്ടി മരിച്ച, നമ്മളെ ഇത്രത്തോളം സ്നേഹിച്ച, നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിച്ച, അല്ലെങ്കിൽ നിത്യമരണത്തിൽ നിന്ന് രക്ഷിച്ച് നിത്യജീവനിലേക്ക് എത്തിക്കുന്ന യേശുവിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ നമുക്കതിനായി ഒരുങ്ങിയിരിക്കാം. അതുപോലെ വെളിപ്പാട് 22:12 ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന യേശു എത്ര
എത്രയും പെട്ടെന്ന് വരുന്നു എന്നുകൂടെ യോഹന്നാൻ്റെ പുസ്തകത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് കടന്നു പോകാൻ. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലവാചകം ഇന്ന് ജീവിക്കുന്നു എന്നാണ്. ഇന്ന് ജീവിക്കുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും പീഡനങ്ങളും റീസെൻ്റ്ലി നമ്മൾ കേട്ടതാണ് ഭൂകമ്പങ്ങളും എല്ലാം നിറഞ്ഞതായ കലുഷിതമായ ഒരു ഭൂമിയിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ശരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഇത് എത്രയും പെട്ടെന്ന് അവസാനിക്കുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെ നീണ്ടു നിൽക്കുകയും ഇത് കൂടിക്കൊണ്ടിരിക്കുകയും കലുഷിതമായ അന്തരീക്ഷം കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് നമ്മൾ യഥാർത്ഥത്തിൽ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവവുമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി തന്നെ ഗൗരവമായി ഈ കാര്യങ്ങളെല്ലാം കണക്കിടേണ്ടതായ ആവശ്യകത ഉണ്ട് നമ്മൾ അറിയുന്നു. 1 പത്രോസ് 4:7 ഇങ്ങനെ പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരും ആയിരിപ്പിനാണ്. അതായത് നമ്മൾ ഈ കാണുന്ന കലുഷിതമായ അന്തരീക്ഷമെല്ലാം ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് എന്താണ് അവസാനിക്കാൻ പോകുകയാണെന്ന് കാണിക്കുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ അവസാനിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനുവേണ്ടി സുബോധമുള്ളവരായിരിക്കുക, എപ്പോഴും പ്രാർത്ഥനയിൽ സുബോധമുള്ളവരായിരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് അല്ലേ. അപ്പോൾ ദൈവവുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തേണ്ടുന്ന എൻ്റെ ആവശ്യകത ഒരു കൂടിയ സമയത്താണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ. ഇവിടെ യാക്കോബിൻ്റെ ലേഖനം 4:13-14 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു, അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ എന്നാണ്. അല്പനേരത്തേക്ക് കാണുന്നതും അതുപോലെ തന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ നമ്മുടെ ജീവിതം വളരെ കുറച്ച് സമയം മാത്രമേ നമ്മൾ ഭൂമിയിലുള്ളൂ, ഈ നശ്വരമായ ഭൂമിയിലുള്ളൂ എന്ന് നമ്മൾ ഓർക്കേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. അപ്പോൾ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന വീഴ്ച ഭവിച്ച ലോകത്തിൻ്റെ എല്ലാതരം ദുഃഖകരമായ സത്യങ്ങളും നമ്മൾ എന്താണ് ദുഃഖകരമായ അവസ്ഥകളിലൂടെ നമ്മളും കടന്നു പോകുന്നു, നമ്മുടെ ചുറ്റിലും അത് നമ്മൾ യഥാർത്ഥത്തിൽ കാണുന്നുണ്ട് അല്ലേ. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം ഇങ്ങനെയാണ്. നമുക്ക് 80-ാം സങ്കീർത്തനത്തിലേക്ക് പോകാം. 1 മുതൽ 3 വരെയുള്ള വാക്യത്തിലേക്ക് നോക്കുമ്പോൾ, ആട്ടിൻകൂട്ടത്തെ പോലെ യോസേഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവയെ ചെവിക്കൊള്ളണമേ, കെരൂബുകൾ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. ഇത് അന്ന് എഴുതിയെങ്കിലും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്കും ഇത് വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മൾ അറിയുന്നു അല്ലേ. എഫ്രൈമും ബെന്യാമിനും മനസ്സയും കാണിക്കെ നിൻ്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരയണമേ. ദൈവമേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞാൻ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്നാണ്. നമ്മൾ 14 വരെയുള്ള വാക്യങ്ങൾ 80-ൻ്റെ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, സൈന്യങ്ങളുടെ ദൈവമേ തിരിഞ്ഞു വരയണമേ, സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിച്ച് ഈ മുന്തിരിവള്ളിയെ സന്ദർശിക്കണമെന്നാണ്. അതുപോലെ നിൻ്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെയും നീ നിനക്കായി വളർത്തിയ തൈയും പാലിക്കണമേ. ദൈവമാണ് നമ്മെ സൃഷ്ടിക്കുന്നതും ദൈവമാണ് നമ്മെ പാലിക്കുന്നതുമെന്ന് നമ്മൾ അറിയുന്നു. അതിൻ്റെ തീ വെച്ച് ചുടുകയും വെട്ടിക്കളയുകയും ചെയ്തിരിക്കുന്നു. നിൻ്റെ മുഖത്തിൻ്റെ ഫൽസനത്താൽ അവർ നശിച്ചു പോകുന്നു എന്ന് കാണുന്നു. നിൻ്റെ കൈ നിൻ്റെ വലതുഭാഗത്തെ പുരുഷൻ്റെ മേൽ നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രൻ്റെ മേൽ തന്നെ ഇരിക്കട്ടെ. എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ടു പിന്മാറുകയില്ല. എന്നെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുമെന്നാണ്. അതുകൊണ്ട് സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്നെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞാൻ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്ന് നമുക്ക് ഈ വാക്യത്തിൽ കാണാം. ഇത് ഈ കാലവും സമയവും ഒക്കെ പഴയതാണെങ്കിലും ഇന്ന് നമുക്കും വളരെ അന്വർത്ഥമായ ഒരു വാക്യമാണ്. നമ്മളും ഇതുപോലെ കലുഷിതമായ പ്രശ്നങ്ങൾ കൂടി വരുന്ന ലോകത്തിൻ്റെ അന്ത്യമാകുമ്പോൾ സാത്താൻ അല്പകാലമേ ഉള്ളൂ എന്ന് കരുതി എന്തും ചെയ്യാൻ സാത്താൻ മടിക്കാത്തൊരു സമയത്തിലൂടെയാണ് ഒരു മനുഷ്യനെ യേശുവിലേക്ക് നിന്ന് തെറ്റിക്കുന്നതിന് വേണ്ടി എന്ത് ശ്രമത്തിലൂടെയും സാത്താൻ പോകാൻ തയ്യാറാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മളെയും തിരുമുഖം പ്രകാശിപ്പിച്ച് നമ്മളെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യകതയും കൂടുതലാണെന്ന് നമ്മൾ അറിയുന്നു. അതുപോലെ നമുക്കെല്ലാവർക്കും എന്താവശ്യമാണ്, ഈ ഒരു സിറ്റുവേഷനിൽ ഇതെല്ലാം കാണും നമുക്കെല്ലാവർക്കും ഒരു ഉണർവ് ആവശ്യമാണെന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. നമ്മൾ മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിനെന്നാണ്. അത്തിയുടെ ഇല തിളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തു എന്ന് പറയുന്നുവല്ലോ. അതുപോലെ തന്നെ ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ, ഈ ലോകത്തിൻ്റെ അന്ത്യകാലത്തിൻ്റെ ഈ സംഭവങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ ലോക അവസാനം വളരെ സമീപിച്ചിരിക്കുന്നുവെന്ന്, അത് വളരെ ആസന്നമായിരിക്കുന്നു നമുക്ക് ഓരോരുത്തർക്കും തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തോട് ഒരു ഉണർവോടുകൂടി പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ട ആവശ്യകത കൂടുന്നു. അതിനായി ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ.
നമുക്ക് തിങ്കളാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം അന്ത്യത്തിൽ മുഖാമുഖം എന്നാണ്. അപ്പോൾ അവസാനമായി എല്ലാത്തിൻ്റെ അവസാനം കർത്താവായ യേശു ക്രിസ്തുവിനെ മുഖാമുഖം കാണുമെന്നുള്ള ഒരു വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു പ്രത്യാശ നിറഞ്ഞ ഒരു അനുഭവമാണ് അല്ലേ. മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചതു മുതൽ ഇന്ന് വരെ ദൈവവുമായുള്ള തകർന്ന ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടി ദൈവം കഴിയാവുന്നതെല്ലാം ചെയ്തിരിക്കുകയും ചെയ്യുന്നു അല്ലേ. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ നമുക്കറിയാം, തൻ്റെ ഏകജാതനായ പുത്രൻ എന്താണ് നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമാക്കുകയും ആ ക്രൂശിലെ മരണത്തോളം തന്നെ നമ്മെ സ്നേഹിക്കുകയും അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്, ഒരു നിത്യജീവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏകജാതനായ പുത്രനെയാണ് ദൈവം ലോകത്തെ സ്നേഹിച്ചതുകൊണ്ട് നമുക്ക് വേണ്ടി തന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ നോക്കേണ്ടതായ കാര്യം, കർത്താവായ യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ തന്നുകൊണ്ട് അത്രമേൽ യേശുവും പിതാവും വളരെയധികം നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. നമ്മൾ ഓരോരുത്തരും യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി കൂടെ നശിച്ചു പോകരുത് എന്നൊരു ഉദ്ദേശമാണ് ഇതിന് പിന്നിലെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ അന്ത്യത്തിൽ ഈ യേശുവിനെ മുഖാമുഖം കാണാൻ പോവുക എന്ന് പറയുന്നത് തന്നെ എന്താണ്, വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ അതൊരു ഗുഡ് ന്യൂസാണ്, വളരെ സന്തോഷകരമായ ഒരു ന്യൂസാണ് എന്ന് നമുക്കറിയാം അല്ലേ. നമ്മളിപ്പോഴും ഈ ഭൂമിയിലെ ചിന്തകളിലും ഈ ഭൂമിയിലെ വിചാരങ്ങളിലും ഈ ഭൂമിയിൽ നടക്കുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന പോരാട്ടങ്ങളെല്ലാം ആണ് കൂടുതൽ സംസാരിക്കുക, അതിനെക്കുറിച്ചാണ് കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നതിന് പകരം മുഖാമുഖം കാണുന്ന യേശുവിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടുതലായി ഉണ്ട് എന്ന് പറയുന്നു. നമ്മൾ ഏത് കാര്യത്തിലേക്കാണ് കൂടുതൽ നോക്കുന്നത് ആ കാര്യം നമ്മളെ ഭരിക്കുമെന്നുള്ളതാണ്. അപ്പോൾ സ്വർഗത്തിലേക്കാണ്, യേശുവിലേക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മുടെ ചിന്തയും വിചാരമെല്ലാം സ്വർഗത്തിലും യേശുവിലായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുമെന്നാണ്. അപ്പോൾ സകലവും കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തിയുള്ളത് സൃഷ്ടിതാവായ യേശുവിന് മാത്രമാണെന്ന് നമുക്കറിയാം. നമ്മൾ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണെന്നും ബലഹീന മനുഷ്യരാണെന്നും അതുകൊണ്ട് നമ്മുടെ പാപപ്രകൃതി നമ്മൾ ജീവിക്കുന്നുവെന്നും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം അല്ലേ. അപ്പോൾ ദൈവത്തിൻ്റെ ആ വ്യാപാര ശക്തി കൊണ്ട് എന്ത് ചെയ്യുന്നു, നമ്മുടെ താഴ്ചയുള്ള ബലഹീനതയുള്ള പാപം നിറഞ്ഞ ഈ ശരീരത്തെ എന്ത് ചെയ്യുന്നു, ദൈവത്തിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് രൂപാന്തരപ്പെടുത്താൻ അവന് മാത്രമേ കഴിയുള്ളൂ. നിത്യതയിൽ അവനിലേക്ക് എത്തിക്കാനും മുഖാമുഖം ദൈവത്തെ ദർശിച്ച് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനുള്ള അവസരം സാധ്യമാക്കി തരുന്ന ആരാണ്, യേശു ക്രിസ്തു ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചു പോകുമ്പോൾ വെളിപ്പാട് 14:14 പോകുമ്പോൾ ലോക അവസാനത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാണ്. ഇവിടെ 14-ാം വാക്യത്തിലേക്ക് പോകാം. പിന്നെ ഞാൻ വെളുത്തൊരു മേഘത്തിന്മേൽ മനുഷ്യപുത്രൻ്റെ സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായി ഇരിക്കുന്നത് കണ്ടു എന്നിവിടെ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു മേഘം കിഴക്ക് ആകാശത്ത് വരുമെന്നും അത് അടുക്കും തോറും എന്താണ് കൂടുതൽ പ്രകാശമുള്ളതായി ആ മേഘത്തെ കാണുകയും അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അവിടെ കാണുന്ന എന്താണ്, ഒരു വെളുത്തൊരു മേഘത്തിൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ തലയിൽ പൊൻകിരീടവും കയ്യിൽ മൂർച്ചയുള്ള അരിവാളുമായിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു കൊണ്ടാണ് ഈ അവനിൽ വിശ്വസിക്കുന്നവരെ കിരീടം വെച്ച് ചേർക്കേണ്ടതിനും അതുപോലെ ആ വാളെന്തിന് വാളെപ്പോഴും നശീകരണത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലേ. വാളെന്താണ്, കിരീടം ജയത്തിൻ്റെതായ പ്രതികരണമായി ഉപയോഗിക്കുന്നുവെങ്കിൽ നമ്മൾ വാൾ ഉപയോഗിക്കുന്ന എന്തിനാണ്, നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ദുഷ്ടന്മാരെ എല്ലാം എന്നേക്കുമായി ഭൂമിയിൽ നശിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ രണ്ട് കാര്യത്തിനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരുന്നുവെന്ന് നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയും. അപ്പോൾ യേശുവിനോടൊപ്പം 1000 ദൂതന്മാരുണ്ടാകുന്ന മത്തായിയുടെ സുവിശേഷം 25-31 വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ എല്ലാ കണ്ണുകളും എന്ത് ചെയ്യും, അവനെ കാണുമെന്ന് വെളിപ്പാട് 1:7 എഴുതിയിരിക്കുന്നു. അവൻ ഇറങ്ങി വരുമ്പോൾ നാം അവൻ്റെ ഗംഭീര ശബ്ദം കേൾക്കും, ദൈവത്തിൻ്റെ കാഹളം മുഴുകും, അനേകർ ഉയർക്കും. അപ്പോൾ നമുക്കറിയാം നമ്മൾ മുഖാമുഖം കാണുന്നു, ശബ്ദം കേൾക്കുന്നു, അതുപോലെ എന്താണ് ദൈവത്തോട് നമുക്ക് സംസാരിക്കാനും കഴിയുമെന്ന് നമ്മൾ കാണുന്നു. ഇവിടെ 1 തെസ്സലോനിക്കർ 4:17 വായിക്കുമ്പോൾ, പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടും, ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുമെന്ന് നമ്മൾ കാണുന്നുണ്ട്.
അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആദ്യം മരിച്ചവർ ഉയർക്കുന്നു, പിന്നെ ജീവനോട് ശേഷിക്കുന്ന വിശുദ്ധന്മാരെല്ലാം യേശുവിനോടൊപ്പം ചേരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്താണ് നമ്മളിവിടെ കാണുന്ന വേറൊരു വാക്യം? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:10-11 പോകുമ്പോൾ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് ഏറ്റു പറയും എന്ന് നമ്മൾ കാണുന്നുണ്ട്. പിതാവിൻ്റെ മഹത്വത്തിനായി ഏറ്റു പറയും. അപ്പോൾ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അന്ത്യത്തിന് മുഖാമുഖം കാണുന്നു, അവൻ്റെ ശബ്ദം കേൾക്കുന്നു, യേശു കർത്താവാണെന്ന് എല്ലാ നാവും എന്ത് ചെയ്യുന്നു? ഏറ്റു പറയുകയും ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു സംഭവം. ലോകം സൃഷ്ടിച്ചത് മുതൽ ഇന്ന് വരെയും നടന്നിട്ടില്ലാത്തൊരു സംഭവം എത്രയും പെട്ടെന്ന് നടക്കാൻ പോവുകയാണ്. അതിൻ്റെ സാഹചര്യങ്ങളെല്ലാം വളരെ ആസന്നമായി കൊണ്ടിരിക്കുന്നുവെന്ന് ഈ ഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതുണ്ട്. അപ്പോൾ ദൈവത്തെ മുഖാമുഖം കാണാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും എന്ത് ചെയ്യണം? അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടെ മുന്നോട്ട് പോകണം. തകർന്ന ബന്ധങ്ങളെല്ലാം പുനഃസ്ഥാപിച്ചുകൊണ്ട് നമ്മളൊരു ഉണർവിൻ്റെ ആവശ്യം ഇവിടെ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം മണവാട്ടി എന്നാണ്. ചൊവ്വാഴ്ചത്തിൻ്റെ ഭാഗത്തിൻ്റെ തലവാചകം മണവാട്ടി എന്നാണ്. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം മണവാട്ടി എന്നാണ്. അപ്പം മണവാട്ടി എന്നെ അറിയാത്ത ആരും തന്നെ ഇല്ല. ഒരു കല്യാണത്തിന് പോകുമ്പോൾ കല്യാണത്തിൻ്റെ മെയിൻ ഫോക്കസ് ആയിരിക്കുന്നത് മണവാളനും മണവാട്ടിയുമാണ്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു എന്ന സ്വർഗീയ മണവാളൻ വരുമ്പോൾ ഭൂമിയിലുള്ള വിശുദ്ധന്മാരെന്ന മണവാട്ടികൾ എന്ത് ചെയ്യുന്നു? ഒരുങ്ങി നിൽക്കുന്നതായിട്ട് കാണും. ഏതൊരു വിവാഹത്തിന് പോയാലും മണവാട്ടി അതിമനോഹരമായി ഒരുങ്ങി വരുന്നുണ്ട്. അപ്പോൾ ബാഹ്യമായ സൗന്ദര്യത്തെ ആസ്പദമാക്കിയാണ് ആ മണവാട്ടി സൗന്ദര്യം എന്ന് എല്ലാവരും പറയുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് ആവശ്യം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടി കാപട്യമില്ലാത്ത സമ്പൂർണ്ണമായ ഒരു സ്നേഹത്തിൻ്റെ ഉടമയായിരിക്കും. യേശുവിനോടുള്ള പൂർണ്ണ വിശ്വസ്തതയും വിശ്വാസവും സ്നേഹവും സമർപ്പണവും കാപട്യമില്ലാത്ത സ്നേഹവുമാണ്. സ്നേഹവും കൊണ്ട് ഒരുങ്ങിയ ഒരു വിശുദ്ധ മണവാട്ടിയാണ് ആർക്കാവശ്യം? യേശുവിന് ആവശ്യമെന്ന് നമ്മൾ കാണുന്നുണ്ട് അല്ലേ. വെളിപ്പാടിൻ്റെ പ്രവചനം 21-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യത്തിലേക്ക് പോകുമ്പോൾ അന്ത്യബാധ 7 നിറഞ്ഞ 7 കലശമുണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിൻ്റെ കാന്തിയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. എന്താണ് കുഞ്ഞാടെന്ന്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിശുദ്ധിയിൽ ഉയർന്നൊരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു അല്ലേ. അതിൻ്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. അപ്പോൾ വിശുദ്ധന്മാരെയും മണവാട്ടി എന്ന് സൂചിപ്പിക്കുന്നതോടൊപ്പം തന്നെ വിശുദ്ധ നഗരമായി സ്വർഗത്തിൽ നിന്നിറങ്ങി വരുന്ന യെരുശലേമിനെ എന്ത് സൂചിപ്പിക്കുന്നു? മണവാട്ടി എന്ന് സൂചിപ്പിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് അല്ലേ. ആ സ്വർഗത്തെക്കുറിച്ച് എങ്ങനെയാണ് പറയുന്നത്? ദൈവത്തിൻ്റെ തേജസ് എവിടെ ഉണ്ടായിരുന്നു? അവിടെ ഉണ്ടായിരുന്നു. സൂര്യകാന്തം പോലെ, സ്വച്ഛ സ്ഫടികമുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു ദൈവത്തിൻ്റെ തേജസ് അതിലുണ്ടായിരുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ കൂടുതലായിട്ട് സ്വർഗത്തെ കൂടെ ഇവിടെ വിവരിച്ചിരിക്കുകയാണ്. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും ഗോപുരങ്ങൾ 12 ദൂതന്മാരുമുണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെയും പേർ കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ 12 പേരുമുണ്ട്. എന്നോട് സംസാരിച്ചവന് നഗരത്തെയും അതിൻ്റെ ഗോപുരത്തെയും മതിലിനെ അളക്കേണ്ടതിനുള്ള പൊന്നുകൊണ്ടുള്ള ഒരു അളവുകോൽ ഉണ്ടായിരുന്നു. നഗരം സമചതുരമായി കിടക്കുന്നു. അതിൻ്റെ വീതിയും നീളവും സമം. അളവുകോൽ കൊണ്ട് അവൻ നഗരത്തെ അളർന്നു. 1200 നാഴിക കണ്ടു. അതിൻ്റെ നീളവും വീതിയും ഉയരവും സമം തന്നെ. അപ്പോൾ ഇത്ര കൃത്യമായ നീളവും വീതിയും കഥകും പേര് കൊത്തിയിരിക്കുന്നതും ഒക്കെ പറയുന്ന എന്താണ്? യഥാർത്ഥത്തിൽ ഉള്ള ഒരു നഗരത്തെക്കുറിച്ച് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരമായ യെരുശലേം അതൊരു കഥയോ മിത്തോ ഒന്നുമല്ല, അത് യാഥാർത്ഥ്യമാണ്. അതിൻ്റെ അളവും എല്ലാ കാര്യങ്ങളും, അതിൽ പേര് കൊത്തുന്ന പേരും നമ്മൾ തുടർന്ന് കുറേ വായിക്കാവുന്ന, അതിൽ പതിപ്പിച്ചിരുന്ന വൈഡൂര്യത്തിൻ്റെ പേരും എല്ലാം താഴോട്ട് വായിക്കുമ്പോൾ നമുക്കുണ്ട്. അതിൽ
21-ാം അധ്യായം, വെളിപ്പാട് 21-ാം അധ്യായത്തിൽ വായിച്ചു നോക്കാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ മണവാട്ടിയായ യെരൂശലേം യാഥാർത്ഥ്യമാണ്. വിശുദ്ധന്മാരായ എല്ലാ വ്യക്തികൾക്കും അതിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതെല്ലാം നടക്കാൻ പോകുന്ന, ആസന്ന ഭാവിയിൽ നടക്കാൻ പോകുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ സിസ്റ്റർ വൈറ്റ് ചെയ്ത ഗ്രേറ്റ് കോൺട്രവേഴ്സി പേജ് 675 നോക്കുമ്പോൾ, നീതിമാന്മാർക്കുള്ള പ്രതിഫലം വർണ്ണിക്കുവാൻ മാനുഷിക ഭാഷ അപര്യാപ്തമാണ്, അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകുന്നുള്ളൂ എന്നാണ്. നശ്വരമായ മനസ്സുകൾക്കൊന്നും ദൈവത്തിൻ്റെ പർദീസയിലെ മഹത്വം ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ശരിക്കും ഇങ്ങനെയാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നശ്വരമായ മനസ്സുകളൊന്നും, നശിച്ചു പോകുന്ന മനസ്സുകളെന്ന് വെച്ചാൽ കർത്താവിന് യേശു ക്രിസ്തുവിനെ അംഗീകരിക്കാത്തവരാണ്. അവർക്കൊന്നും എന്താണ് ഇത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുത്താലും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാകുമോ എന്ന് അവർ ചിന്തിക്കത്തുള്ളൂ. അവരെന്താണ്, ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുകയില്ല എന്ന് സിസ്റ്റർ വൈറ്റ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു വിവാഹത്തിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് എന്താണ്, വരൻ വന്ന് വധുവിനെ കല്യാണം കഴിച്ച് സ്വീകരിച്ച് എവിടത്തേക്ക് കൊണ്ടുപോകുന്നു, വരൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് നമ്മൾ ഭൂമിയിലുള്ള എല്ലാ വിവാഹങ്ങളും കാണും. വളരെ ചെറിയ കൾച്ചറുകളിൽ മാത്രമാണ് തിരിച്ച് വരൻ വധുവിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യുന്നതായിട്ടുള്ള സംഭവം നമ്മൾ കാണുന്നുള്ളൂ. പൊതുവേ നമ്മൾ കാണുമ്പോൾ ഒരു വിവാഹം എന്ന് വെച്ചാൽ വരൻ വധുവിനെ കല്യാണം കഴിച്ച് വരൻ്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ട് കാണും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് വന്നു, വരൻ്റെ വീടായ സ്വർഗത്തിൽ നിന്ന് വന്നു വധുവായ വിശുദ്ധ മണവാട്ടിയെ കൂട്ടിക്കൊണ്ട്, അല്ലേ, ജീവനോട് ശേഷിക്കുകയും മരിച്ചവരിൽ നിന്നുള്ള എല്ലാ വിശുദ്ധന്മാരെയും കൂട്ടിക്കൊണ്ട് എവിടേക്ക് പോകുന്നു, സ്വർഗത്തിലേക്ക് തന്നെ തിരികെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഈ ഒരു വിവാഹത്തിന് സാക്ഷ്യം, എല്ലാ വിവാഹം നോക്കുമ്പോഴും അത് കാണാനായിട്ട് സാക്ഷ്യം വഹിക്കാനായിട്ട് കുറച്ച് വ്യക്തികൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും, ക്ഷണിക്കപ്പെട്ടവർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുപോലെ ഈ ഒരു വലിയ സംഭവം ഒരു പക്ഷേ പ്രപഞ്ചത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്ത, ഇനിമേൽ ഒരിക്കലും നടക്കാത്ത, ഒരേ ഒരു തവണ മാത്രം പ്രപഞ്ചത്തിന് സാക്ഷിയാകാൻ കഴിയുന്ന ഒരേ ഒരു വിവാഹമായിരിക്കും ഇത്, അല്ലേ? വിശുദ്ധന്മാരെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വർഗത്തിൽ നിന്ന് വരുന്ന യേശു വന്ന് മാലാഖമാരോടൊത്ത് വന്ന് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ പ്രപഞ്ചം മുഴുവനും അത് സാക്ഷ്യം വഹിക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ വരാൻ പോകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതൊരു ചെറിയ സംഭവമേ അല്ല എന്ന് നമ്മൾ ആദ്യം ഓർക്കണം. അത് വളരെ സന്തോഷം നിറഞ്ഞതും ഇനി ഒരിക്കലും ഇതിന് ശേഷം നടക്കാത്തതും ഒരേ ഒരു തവണ നടക്കുന്നതുമായ ഒരു വലിയ ഒരു സംഭവമാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവം ഭൂമിയിൽ വന്ന് അവനെ വിശ്വസിച്ച് ആരാധിച്ച് സമർപ്പിച്ച് സ്നേഹിച്ച വിശുദ്ധന്മാരെ, മരിച്ചവരും ജീവിച്ചവരുമായ വിശുദ്ധന്മാരെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. അതുപോലെ എന്താണ് അവർ പാർക്കാൻ പോകുന്നത്, എവിടെയായിരിക്കും? പുതിയ യെരൂശലേമിൽ തന്നെ ആയിരിക്കുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു, അല്ലേ? ശരിക്കും നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഗ്രേറ്റ് കോൺട്രവേഴ്സി പേജ് 426 പോകുമ്പോൾ വിശുദ്ധന്മാരത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു വിവരണം ഇവിടെ നമ്മൾ ദൈവജനവും നഗരവും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ ദൈവജനവും നഗരവും തമ്മിൽ, ദൈവജനത്തെയും മണവാട്ടി എന്ന് പറയുന്നതായിട്ട് പറഞ്ഞു. അതുപോലെ തന്നെ യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തെയും എന്തെന്ന് വിളിക്കുന്നു? മണവാട്ടി എന്ന പേര് തന്നെയാണ് വിളിക്കുന്നത്, മണവാട്ടി എന്ന് വിളിക്കുന്നു. രാജ്യത്തിൻ്റെ തലസ്ഥാനവും പ്രതിനിധിയുമായ യെരൂശലേം എന്ന വിശുദ്ധ നഗരം എന്നതിൻ്റെ വിശദമായ വിവരണം വേദപുസ്തകം വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പം നമുക്ക് മനസ്സിലായി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ ഒന്ന് സങ്കല്പിച്ച് പോകുമ്പോൾ തന്നെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തിരിക്കുകയാണ്, യോഹന്നാൻ പത്മോസ് ദ്വീപിൽ വെച്ച് ഇതെല്ലാ സംഭവങ്ങളും ഇതിലെല്ലാം വെളിപ്പെടുത്തി കൊടുത്തില്ലെങ്കിലും സ്വർഗത്തെക്കുറിച്ച് നടക്കാൻ പോകുന്ന എന്താണ് ഈ സ്വർഗത്തിൽ എത്തപ്പെടുമ്പോഴും ഈ യേശു ക്രിസ്തു വരുന്ന സംഭവം, സ്വർഗം എങ്ങനെയാണ് എന്നുള്ള കുറേ അധികം കാര്യങ്ങൾ എന്താണ് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. അത് ബൈബിളിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ യേശുവിൽ പ്രത്യാശിക്കുന്നവനും വിശ്വസിക്കുന്നവനും പൂർണ്ണമായി സ്നേഹിക്കുന്നവരും സമർപ്പിക്കുന്നതുമായ എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാഠം സമർപ്പിക്കുന്നത്. എന്താണ്? തീർച്ചയായിട്ടും കർത്താവിൻ്റെ മണവാട്ടിയായിരിക്കേണ്ടതിന് കാപട്യമില്ലാത്തൊരു സ്നേഹത്തോടുകൂടെ സമ്പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഒരുങ്ങേണ്ടതിനായി ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ ഭാഗത്തിൻ്റെ തലവാചകം കുഞ്ഞാടിനെ അനുഗമിക്കുക എന്നാണ്. കുഞ്ഞാടിനെ അനുഗമിക്കുക. അപ്പോൾ നമ്മൾ നിത്യതയിൽ പോകാൻ എല്ലാവരും ആഗ്രഹിക്കുന്നവരാണ്. അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിത്യതയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഓരോ ഏജിലുള്ള ആൾക്കാരോട് ചോദിക്കുമ്പോൾ അവർ സ്വർഗത്തിൽ പ്രതീക്ഷിക്കുന്നത് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്നത് ചില കുട്ടികളോട് ചോദിച്ചാൽ എന്താണ്, മൃഗങ്ങളോടൊപ്പം കടുവയുടെ മേൽ സവാരി ചെയ്യുകയാണെന്ന് പറയും. അതുപോലെ കൗമാരക്കാരോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ പല ഗ്രഹങ്ങളിൽ പോകാൻ കഴിയുന്നവരെയും അതുപോലെ സ്കൂളിൽ പോകേണ്ടതില്ലെന്ന് അവർ പറയും. അതുപോലെ
അതുപോലെ എന്താണ്, നമ്മൾ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ കുഴപ്പം കൂടാതെ സ്വർഗം പരിവേഷണം ചെയ്യുക എന്നതാണ് അവരാഗ്രഹിക്കുന്നതെന്ന് പറയും. മുതിർന്നവരോട് ചോദിച്ചാൽ വേദനയോ മരണമോ ഇല്ലാത്തൊരു സ്ഥലത്തായിരിക്കുക, പ്രിയപ്പെട്ടവരുമായി ഒന്നിക്കുക എന്നാണ്. ശരിക്കും ഞാനും എപ്പോഴും അതാണ് ചിന്തിക്കുന്നത്. എന്താണ്, ഒരു പ്രശ്നവും നോക്കാത്ത, അല്ലെങ്കിൽ ഒരു അപവാദങ്ങളും പ്രചരിപ്പിക്കപ്പെടാത്ത, ഒരു പ്രശ്നത്തിലൂടെയും കടന്നു പോകാത്ത, വളരെ സന്തോഷകരമായ സമാധാനമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കുമല്ലോ. അതാണ് ഞാനും അങ്ങനെ ചിന്തിക്കാറുണ്ട്. അത് ശരിക്കും ഒരു പ്രത്യാശ നിറഞ്ഞ ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ സ്വർഗത്തെക്കുറിച്ച് എല്ലാവർക്കും പലതുണ്ട്. എൻ്റെ കുഞ്ഞിനോട് ഞാൻ രാവിലെ ചോദിക്കുകയുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞ എന്താണ്, ശരിക്കും എന്താണ്, അവിടെ പോയാൽ എനിക്ക് ധാരാളം വ്യത്യസ്തമായ ഫ്രൂട്ട്സ് കഴിക്കാമെന്നാണ്. അപ്പോൾ ഓരോരുത്തരുടെ ചിന്തയിലും സ്വർഗത്തെക്കുറിച്ച് എന്തായാലും വളരെ മനോഹരമായ അവരിഷ്ടപ്പെടുന്ന ചിന്തകളാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും എന്താണ്, യേശുവിന് ഈ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ നമുക്ക് സ്വർഗത്തിൽ എത്താൻ പറ്റുമെന്നൊരു പ്രത്യാശയും നമ്മുടെ ഈ ഒരു ചിന്ത നമ്മൾ എപ്പോഴും ജനിപ്പിക്കുന്നതാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. തീർച്ചയായും സ്വർഗത്തിലെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ വിശ്വാസത്താൽ മാത്രം സ്വീകരിച്ച യേശുവിനെ എന്താണ്, നമ്മൾ മുഖാമുഖമായി കാണുകയും അവനെ എല്ലായിടത്തും അനുഗമിക്കുകയും ചെയ്യാൻ കഴിയുമെന്നാണ്. ഇന്ന് നമ്മളിവിടെ ചുറ്റും കാണുന്ന പല മതങ്ങളിൽ നോക്കുമ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്, അവർക്ക് ദൈവത്തെ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കണം. അപ്പോൾ അതിലാണ് കാണുകയും കൂടെ ചെയ്യുമ്പോഴാണ് അതിലവർ വിശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ കാണാത്തതായ യേശു ക്രിസ്തുവിൽ നമ്മൾ വളരെയധികം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് എപ്പോഴാണ് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിത്യതയിലേക്ക് എത്തപ്പെടുമ്പോഴാണ്. അപ്പോൾ ദൈവവുമായൊരു ബന്ധത്തിൽ വളരുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇത് സാധ്യമാകും എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ വെളിപ്പാട് 5:12 നോക്കുമ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കാൻ യോഗ്യനെന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടും യോഗ്യനായ നമ്മെ സൃഷ്ടിച്ച സ്വർഗത്തിലെ ദൈവമാണ് നമ്മെ സ്വീകരിക്കാൻ വരുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അത് കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും എന്താണ്, അവർ അവനെ അനുഗമിക്കും. സ്വർഗത്തിൽ എത്തപ്പെടുന്നവർ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞാടിനെ അനുഗമിക്കും. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇവിടെ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ സ്വർഗത്തിൽ അവനെ അനുഗമിക്കണമെങ്കിൽ ആദ്യം ഇവിടെ ഭൂമിയിൽ അവനെ അനുഗമിക്കണമെന്നതാണ്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിൽ നമുക്ക് യേശുവിനെ അനുഗമിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ യേശുവിനെ അറിയുമ്പോൾ ഭൂമിയിൽ വെച്ച് അനുഗമിക്കാൻ തുടങ്ങണം. അതുപോലെ എന്താണ്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. എന്ത് പ്രശ്നങ്ങൾ വന്നാലും യേശുക്രിസ്തു ഭൂമിയിൽ മനുഷ്യരാശിയിൽ പാപത്തിന് മരിക്കാൻ വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു അല്ലേ, ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. അതുപോലെ ഒരുപാട് ടെംപ്റ്റേഷനിലൂടെ കടന്നുപോയി അല്ലേ. അതെന്താണ്, നീ ദൈവമെങ്കിൽ ക്രൂശിൽ നിന്ന് ചാടാൻ വരെ സാത്താൻ ആവശ്യപ്പെടുകയുണ്ടായി അല്ലേ. പക്ഷെ ഇത്ര അധികം കടന്നു പോയിട്ടും മനുഷ്യനെ രക്ഷിക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എന്ത് ചെയ്തു, യേശുക്രിസ്തു ഒരു പ്രലോഭനങ്ങൾക്കും വഴങ്ങിയില്ല. പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കവേ തന്നെ യേശുക്രിസ്തു സ്വർഗത്തെക്കുറിച്ച് പ്രസംഗിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, മാതൃകയായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മളും എന്താണ്, പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വെളിപ്പാട് 7:17 ഇങ്ങനെ കാണുന്നു, സിംഹാസനത്തിൻ്റെ മധ്യയുള്ള കുഞ്ഞാട് അവർ മേശു ജീവൻ്റെ ഉറവിലേക്ക് നടത്തുമെന്നാണ്. ഭൂമിയിലെ എല്ലാ പ്രയാസത്തിനും നമ്മളെ നടത്തിയ ദൈവം സ്വർഗത്തിൽ എന്താണ്, ജീവൻ്റെ ഉറവിലേക്ക് നടത്തുമെന്നൊരു വളരെ സന്തോഷകരമായ ഒരു വാക്യമാണ്. അപ്പോൾ ഭൂമിയിൽ യേശുവിനെ വിശ്വസിച്ച് വിശ്വാസത്താൽ മാത്രം ജീവിച്ചവർ മുഖാമുഖം കാണുകയും അവനെന്താണ് ലിറ്ററലി നമ്മൾ കാണുകയും, ഒരു വ്യക്തി ഇപ്പോൾ ഭൂമിയിൽ ഒരു വ്യക്തിയുടെ ബാക്കിൽ നമ്മൾ നടക്കുന്നത് പോലെ അല്ലേ, മുഖാമുഖം കാണുന്നു, ആ വ്യക്തിയുടെ പിറകെ നമ്മൾ കണ്ടുകൊണ്ട് നടക്കുകയും ചെയ്യുന്ന ഒരു പുതിയ അനുഭവം. ഇത് പലരും പലരിടത്ത് പറഞ്ഞാൽ അവർക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ പാടായിരിക്കും. പക്ഷെ എന്താണ്, ഒരു സ്വർഗീയ പൗരനാകാൻ ആഗ്രഹിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന, രണ്ടാം വരവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ്, ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ വളരെ എളുപ്പമായിരിക്കുമെന്ന് കരുതുന്നു. ദൈവത്തിൻ്റെ നിർവചിക്കപ്പെട്ട സ്വഭാവം എന്താണ്, അവൻ്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കുമെന്നാണ്. ദൈവജനത്തിൻ്റെ നിർവചിക്കപ്പെട്ട സ്വഭാവം എന്തായിരിക്കും, അവൻ്റെ നാമം അവരുടെ നെറ്റിയിലിരിക്കും. അപ്പോൾ ദൈവജനത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ്, നെറ്റിമേൽ ആരും ജീസസ് എന്ന് എഴുതി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല അല്ലേ. പക്ഷേ എന്താണ്, നാമം നെറ്റിയിലിരിക്കുമെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് നാം എപ്പോഴും തന്നെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമെന്നാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് തന്നെ നാം എപ്പോഴും എന്ത് ചെയ്യുന്നു, ചിന്തിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ലോകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ജീവിതത്തിൽ
ജീവിതത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ യേശുവിനെ കുറിച്ച് മാത്രം എങ്ങനെ ചിന്തിക്കാൻ കഴിയും എന്ന് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. യേശുവിനെ കുറിച്ച് ചിന്തിക്കുക എന്ന് വെച്ചാൽ യേശു ദൈവമായി അവിടെ ഇരിക്കുന്നുവെന്നും നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും കാണുന്നുണ്ടെന്നും, അപ്പോൾ നമ്മൾ എവിടെ ആയിരുന്നാലും യേശുവിൻ്റെ കണ്ണ് നമ്മുടെ മേലുണ്ടെന്നും, യേശുവിനെ ഡിസ്പ്ലീസ് ചെയ്തുകൊണ്ട് നമ്മൾ ജീവിക്കാൻ പാടില്ലെന്നും, അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കുകയും സ്തുതിക്കുകയും പാടുകയും യേശുവിനോട് സംസാരിക്കുകയും എല്ലാം എന്താണ് യേശുവിനെ കുറിച്ച് ചിന്തിക്കുന്നതിൽ ഉൾപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ എങ്ങനെയാണ് ഭൂമിയിൽ യേശുവിനെ, ഈ പാഠത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് ഭൂമിയിൽ യേശുവിനെ എപ്പോഴും ദിനം ദിനം അനുഗമിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി സ്വർഗത്തിലും യേശുവിനെ അനുഗമിക്കാൻ സഹായിക്കുമെന്ന് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കി. വേഴാഴ്ച ഭാഗത്തിൻ്റെ തലവാചകം വരിക എന്നാണ്. ഇന്ന് വീണ്ടും നമുക്ക് ക്ഷണം നൽകുന്നു, വരിക. അപ്പോൾ ഈ ക്വാർട്ടറിലെ അവസാന പാഠമായ ഈ പാഠത്തിലെ വ്യാഴാഴ്ചത്തെ പാഠം വരിക എന്നാണ്. യേശു ക്രിസ്തുവിലേക്ക് വരിക എന്നുള്ള ക്ഷണം സർവ്വജാതി ഗോത്ര ഭാഷവർഗത്തോടും ദൈവം നൽകുന്നു എന്ന് നമുക്കറിയാം, അല്ലേ? അപ്പോൾ യേശുവിലേക്ക് മത്തായി 11 അധ്യായം 28 മുതൽ 30 വരെ വായിക്കുമ്പോൾ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നാണ്. ഞാൻ സൗമ്യതയും താഴ്മയുള്ളവനാകിയാൽ എൻ്റെ മുഖം ഈറ്റുകൊണ്ട് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾ ആശ്വാസം കണ്ടെത്തും. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവും ആകുന്നു എന്ന് കാണുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങളും പ്രയാസങ്ങളും എന്തു തന്നെ ആയാലും യേശുവിലേക്ക് എത്തുമ്പോൾ നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അല്ലേ? അതുപോലെ യെശയ്യാവ് 55 1 മുതൽ 3 വരെ വാക്യമ്പോഴും നമ്മൾ കാണുന്നത്, നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വാങ്ങിക്കൊള്ളുവിനാണ്. അപ്പം യേശുവിൻ്റെ കയ്യിൽ നിന്നൊരു കാര്യം വാങ്ങിക്കുന്ന എന്തിനു വേണ്ടി നമ്മൾ യാതൊന്നിൻ്റെയും വില കൊടുക്കേണ്ട ആവശ്യമില്ല. പകരം യേശു നമ്മെ വില കൊടുത്തു പാപത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു, രക്തമെന്ന വില കൊടുത്ത് പാപത്തിൽ നിന്ന് മോചിപ്പിച്ചിരിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. യോഹന്നാൻ 6:44 ഇങ്ങനെ കാണുന്നു, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല എന്ന്. എങ്ങനെയാണ് പിതാവ് ആകർഷിക്കുന്നതെന്ന്, അല്ലേ? അപ്പോൾ തങ്ങൾ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി ഭൂമിയിൽ മുഴുവനും ദൈവത്തിൻ്റെ കണ്ണുകൂടാടി സഞ്ചരിക്കുമ്പോൾ എന്താണ് നമ്മൾ അറിയപ്പെട്ടതായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മോറൽ ലോസ് നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുവിനെ അറിയാത്തവർക്കും ആ മോറൽ ലോസ് അറിയാവുന്നതാണ്. അപ്പോൾ അതിനെതിരായി നമ്മളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ എന്താവുന്നു, പിതാവ് നമ്മൾ അവനിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ എന്താണ്, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ സാധിക്കില്ല. അങ്ങനെ ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തി ജീവിക്കുന്ന ഒരു വ്യക്തി എന്താണ്, തീർച്ചയായിട്ടും കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്നു. ഇനി പാപഭാരത്താൽ അങ്ങനെ ചെയ്യാൻ കഴിയാത്തൊരു വ്യക്തിയെ കൂടെ എന്താണ്, ഒരു മനുഷ്യരും നശിച്ചു പോകാതെ നിത്യജീവൻ കിട്ടുക്കേണ്ടതിന് പിതാവ് യേശുവിനെ ലോകത്തിലേക്ക് അയച്ച് എല്ലാവരും സ്നേഹിച്ചതുകൊണ്ട് തന്നെ എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, പിതാവ് ആകർഷിക്കുന്നുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കണം. യേശു നിങ്ങളെ തൻ്റെ അടുക്കിലേക്ക് വരുവാനും ഇന്നും എല്ലാ ദിവസവും തന്നിൽ വസിക്കുവാനും തൻ്റെ വീണ്ടും വരവ് വരെ ക്ഷണിക്കുന്നു എന്നാണ്. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെ ഈ ക്ഷണക്കത്ത് നീണ്ടു നിൽക്കുന്നു എന്നാണ്. അപ്പോൾ ഈ ക്ഷണം സ്വീകരിച്ച് യേശുവിൽ വരുന്നവരെ എന്താണ്, ഭൂമിയിലുള്ള പ്രയാസങ്ങൾ ഓവർകം ചെയ്യാൻ സഹായിക്കുന്നത് പോലെ നിത്യതയിൽ യേശുവിനോടൊപ്പം ജീവിക്കാനും അനുഗമിക്കാനും സഹായിക്കുന്നു എന്നുകൂടെ. അപ്പോൾ ഇതൊരു ചെറിയ ക്ഷണക്കത്തല്ല യേശു നമ്മളെ വിളിക്കുന്നതെന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. യോഹന്നാൻ 6:37 ഇങ്ങനെ കാണുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നാണ്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. അപ്പോൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നാലും, പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും യേശുവിൻ്റെ അടുക്കൽ വന്നാൽ എന്താണ്, അവൻ്റെ രക്തത്താൽ അതെല്ലാം മാറ്റി ദൈവത്തിൻ്റെ കൃപയിൽ നമ്മൾ പൊതിഞ്ഞുകൊള്ളുമെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ വെളിപ്പാട് 22:17 വരിക എന്ന ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങിക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ക്ഷണം ഒരുപോലെ വരുന്നു. ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവൻ എല്ലാവർക്കും വരാം, ദാഹിക്കുന്നവന് വരാം, ഇച്ഛിക്കുന്ന ആർക്കും യേശുവിനെ സ്വീകരിക്കാൻ മനസ്സുള്ള ഏതൊരു വ്യക്തിക്കും എന്താണ്, ദൈവം സൗജന്യമായി ഈ ക്ഷണം നൽകുന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ഇവിടെ നമ്മൾ നോക്കേണ്ട ആവർത്തനം 6:5 ക്ഷണം സ്വീകരിച്ചു വരുന്ന ഒരു വ്യക്തി എങ്ങനെയായിരിക്കണം, പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണമെന്നാണ്. അപ്പോൾ ക്ഷണം എല്ലാവർക്കുമാണ്. യേശുവിൻ്റെ ക്ഷണം സ്വീകരിച്ച് യേശുവിൻ്റെ അടുത്ത് വരുന്ന ഒരു വ്യക്തി പൂർണ്ണമായി യേശുവിനെ സ്നേഹിക്കണം എന്ന്. കാപട്യമില്ലാത്തൊരു പൂർണ്ണ സ്നേഹമാണ് യേശു നമുക്ക് വേണ്ടി കാൽവരി കുരിശിലെ യാഗത്തോടുകൂടെ കാണിച്ചത്. അപ്പോൾ അതേ ഒരു സ്നേഹം ആ റെസ്പെക്റ്റ് ചെയ്യുന്നു,
ദൈവം യേശു നമ്മളിൽ നിന്ന് തിരിച്ചു എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. വെളിപ്പാട് 22:20 എന്താണ്? അതേ ഞാൻ വേഗം വരുന്നു എന്ന് അറിയിച്ചു തരുന്നു. അപ്പോൾ ഇതൊന്നും കഥകളൊന്നുമല്ല. യേശു എന്ന ദൈവം മനുഷ്യനായി വരികയും അതുപോലെ യേശു എന്ന ദൈവം എന്താണ്? രാജാവായി മണവാട്ടിയെ ചേർക്കാൻ വരികയും ചെയ്യുന്നുവെന്ന് ഈ ഭാഗങ്ങൾ നമ്മെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? മരിച്ചിട്ട് അടുത്ത് കണ്ണ് തുറക്കുന്ന നിമിഷം എന്തായിരിക്കും? യേശുവിൻ്റെ വരവ് കാണുന്നു എന്നാണ്. അത് വളരെ സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യേണ്ടതിന് എന്തായിരിക്കണം? നമ്മൾ ഭൂമിയിൽ യേശുവിനെ അനുഗമിക്കുന്നവരും പൂർണ്ണ സമർപ്പണത്തോടെ ജീവിക്കുന്നവരുമായിരിക്കണമെന്നാണ്. ഈ ഓരോ കാര്യം പറയുമ്പോഴും ഇതെനിക്കും ബാധകമാണെന്ന് നന്നായിട്ടറിയാം. പലപ്പോഴും നമ്മുടെ ബലഹീനതയിൽ നമ്മൾ തെറ്റിപ്പോയാലും എന്താണ്? നീതിമാൻ വീണാലും 7 പ്രാവശ്യം വീണാലും എഴുന്നേൽക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ദിനം പ്രതി ഈ പുസ്തകത്തിൻ്റെ തലവാചം പോലെ ദിനം പ്രതി ദൈവവുമായിട്ട് ബന്ധത്തിൽ വളരുന്നൊരു വ്യക്തി എന്താണ്? തീർച്ചയായിട്ടും എല്ലാ വീഴ്ചകളിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മൾ താങ്ങിക്കൊള്ളുന്നൊരു വിശ്വാസത്തോടുകൂടെ, യേശുവിലുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ജീവിക്കേണ്ടതാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ കാത്തിരിക്കുന്നിടയിൽ ഒരിക്കലും അടുത്തു പോരുതെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ വരവ്, രണ്ടാം വരവ് വർഷങ്ങളോളം പ്രസംഗിച്ച് കേൾക്കുന്നുണ്ട്. പ്രസംഗിച്ചവരും പ്രസംഗിച്ച് കേട്ടവരും ഒക്കെ മരിച്ചു പോയെങ്കിലും ഈ ഒരു വരവിനെ കുറിച്ചുള്ള പ്രസംഗം നീണ്ടുകൊണ്ടേയിരിക്കുന്നു. പലരിലൂടെയും പ്രസംഗിക്കപ്പെടുന്നു, പലരും കേൾക്കുന്നു. അങ്ങനെ അത് തലമുറകൾ കൈമാറി മാറിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കാലഘട്ടം നമ്മളൊക്കെ ഒരുപക്ഷെ ജീവനോടെ തന്നെ യേശുവിൻ്റെ വരവ്, യേശുവിനെ സ്വീകരിക്കാനും സന്തോഷത്തോടെ നിത്യതയിലേക്ക് പോകാനും കാരണമാകുന്ന ശുഭാപ്തിയോടെ വിശ്വസിക്കുന്നു. ദൈവം നമ്മളേവരെയും അതിനെ സഹായിക്കുമാറാകട്ടെ. അതിനുവേണ്ടി യേശുവിൻ്റെ വരിക എന്ന് പറയുന്ന ക്ഷണക്കത്തെ എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് യേശുവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കേണ്ടതിനും ദൈവം നമ്മേവരെയും ഒരുക്കുമാറാകട്ടെ. നമുക്ക് വെള്ളിയാഴ്ചത്തെ കൂടുതൽ ചിന്തയുടെ ഭാഗത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ മാർഗം നാം സ്വീകരിച്ചില്ലെങ്കിൽ ദൈവനഗരത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്നാണ്. അപ്പോൾ ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെട്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ മാർഗം നാം സ്വീകരിച്ചില്ലെങ്കിൽ എന്താണ്? ദൈവനഗരത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് അവകാശമില്ല എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞ് കേൾക്കുമ്പോൾ അത് എതിർക്കാതെ, അതിനെ അവഗണിക്കാതെ, അലംഭാവത്തോടെ കാണാതെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളത് സ്വീകരിക്കുകയും അത് സ്വീകരിക്കുന്നതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തേണ്ടതും ദൈവവചനത്തെ പോഷിപ്പിക്കേണ്ട ആവശ്യകത ഉണ്ടോയെന്ന് ഓർക്കണം. ഭൗമിക ആഹാരം കഴിച്ച് ജീവിച്ച് ലൗകിക കാര്യങ്ങളെ സ്നേഹിക്കുവാൻ നമ്മുടെ അഭിരുചികളെ അഭ്യസിപ്പിച്ച ശേഷം സ്വർഗീയ പ്രാകാരങ്ങൾക്ക് നാം യോഗ്യരാകുകയില്ല എന്ന് കാണുന്നുണ്ട്. അതായത് ഭൂമിയിലുള്ള കാര്യങ്ങളെ മാത്രം നേടാനാണ് നമ്മുടെ ജീവിതത്തിൽ ഒഴിഞ്ഞു വെച്ചിരിക്കുന്നുവെങ്കിൽ, ഭൂമിയിൽ നമ്മൾ കാണുന്നതായ നമുക്ക് എന്തായാലും വീട് വേണം, അതുപോലെ നമുക്ക് ജോലി വേണം, നല്ലൊരു കുടുംബം വേണം, ഭൂമിയിലെ ആൾക്കാരുടെ സ്റ്റാറ്റസിൽ ജീവിക്കണം, ഇങ്ങനെ ഭൂമിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ പ്രയോറിറ്റീസിൽ എണ്ണപ്പെടുന്നുള്ളൂവെങ്കിൽ എന്താണ്? ഇതാണ് ഈ ലൗകിക കാര്യങ്ങളും ഭൂമിയിലുള്ള കാര്യങ്ങളിലേക്ക് മാത്രം, ഭൂമിയിൽ കാണുന്ന എല്ലാ എൻ്റർടൈൻമെൻറ്റ്സും നമ്മൾ സന്തോഷിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ എന്താണ്? നമുക്കൊരിക്കലും സ്വർഗീയത്തിൽ നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് കൂടെ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ട ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് നോക്കണം. സ്വർഗത്തിലെ പൗരത്വമാണ് നമുക്ക് ആവശ്യമെന്നുള്ളത് കൊണ്ട് നമ്മുടെ പ്രയോറിറ്റീസ്, ഇവിടെ ജീവിക്കേണ്ടത് ആവശ്യമായ എല്ലാം ദൈവം നമുക്ക് ദാനമായി നൽകുന്നു. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എന്താണ്? ദൈവത്തിൻ്റേതായതുകൊണ്ട് എല്ലാം ദൈവം നമ്മെ തന്ന് സഹായിക്കുന്നതാണ്. നമ്മൾ യേശുവിൽ കണ്ണ് ഉറപ്പിച്ച് ജീവിക്കേണ്ടതാണെന്ന് നമ്മൾ കാണുന്നു. ഇവിടെ സിസ്റ്റർ വൈറ്റയുടെ ദ ഫെയ്ത്ത് ഐ ലീവ് ബൈ പേജ് 363 നിന്നാണ് എടുത്തിട്ടുള്ളത്. സ്വർഗത്തെക്കുറിച്ച്, മനോഹരമായ സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശീലമാക്കുവാൻ നാം ആഗ്രഹിക്കുന്നു. ദൈവം ജീവിക്കുന്നിടത്തോളം കാലം തുടരുന്ന ആ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുക. തുടർന്ന് നിങ്ങളുടെ ചെറിയ പരീക്ഷകളും കഷ്ടങ്ങളും നിങ്ങൾ മറക്കും. നിങ്ങളുടെ മനസ്സിന് ദൈവത്തിങ്കിലേക്ക് ആകർഷിക്കപ്പെടുവാൻ അനുവദിക്കുക എന്നാണ്. അപ്പോൾ എന്താണ്? സ്വർഗത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശീലമാക്കേണ്ട ആവശ്യമുണ്ട്. ദൈവം ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ തുടരുന്ന ആ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യകതയുണ്ട്. അതുപോലെ എന്താണ്? തുടർന്ന് നമ്മൾ അനുഭവിക്കുന്ന ആ ചെറിയ കഷ്ടതകൾ, പരീക്ഷകളെല്ലാം നമ്മൾ അത് മറന്നുകൊണ്ട് എന്താണ്?
മനസ്സ് ദൈവത്തിലേക്ക് ആകർഷിക്കേണ്ടതിന് സഹായിക്കും. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ഒരുപാട് പ്രലോഭനങ്ങളിലൂടെയും കഷ്ടതകളിലൂടെയൊക്കെ പോയെങ്കിലും മനുഷ്യനെ രക്ഷിക്കുന്നതിൻ്റെ ഉദ്ദേശം യേശു എന്തായാലും സാധിച്ചു. അതുപോലെ തന്നെ നമ്മളും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുവെങ്കിലും യേശുവിലേക്ക് എത്തപ്പെടണം, സ്വർഗത്തിൽ എത്തപ്പെടണം, അവൻ്റെ കൂടെ നിത്യതയോളം ജീവിക്കണം എന്നുള്ളൊരു ഉദ്ദേശം നമ്മൾ സാധിപ്പിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ, യേശുവിനെ മുഖാമുഖം കാണുന്നത് വരെ ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം ശക്തമായി നിലനിർത്തുന്നതിന് ഈ ക്വാർട്ടറിലെ പാഠങ്ങളുടെ ഏത് വശമാണ് നിങ്ങൾ ഓർമ്മിക്കുവാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതെന്നാണ്. അപ്പോൾ യേശുവിനെ മുഖാമുഖം കാണുന്നത് വരെ, യേശുവിൻ്റെ രണ്ടാം വരവിൽ മാത്രമേ അത് സാധ്യമാവുന്നുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളെ യേശുവുമായിട്ട് ഒരു ശക്തമായ ബന്ധം നിലനിൽക്കുന്ന ഈ ക്വാർട്ടറിൽ പഠിച്ച ഏത് പാഠമാണ് സഹായിക്കുന്നതെന്നാണ്. അപ്പോൾ ഇത് ലാസ്റ്റത്തെ പാഠമാണ്. ലാസ്റ്റത്തെ പാഠം നമ്മൾ ആദ്യം തൊട്ട് നോക്കുമ്പോൾ പഠിച്ചായിരുന്നു. യാഥാർത്ഥ്യം പരിശോധിക്കുക എന്ന പാഠമാണ് ആദ്യം പഠിച്ചത്. അതിനുശേഷം ദൈവത്തെ അറിയുവാൻ എന്ന പാഠം പഠിച്ചു കഴിഞ്ഞു. അഹങ്കാരവും വിനയവും, അഹങ്കാരത്താൽ നമുക്കൊന്നും സാധിക്കത്തെന്നും വിനയമാണ് നമുക്ക് ആവശ്യമെന്നും പഠിച്ചു. വേദപുസ്തകത്തിൻ്റെ പങ്കിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനാ വീരന്മാരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ എന്താണ് വേദപുസ്തകം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പഠിച്ചു കഴിഞ്ഞു. പ്രായോഗികമായി നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നും പഠിച്ചു കഴിഞ്ഞു. പ്രാർത്ഥനാ വീരന്മാരൊക്കെ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശുവിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരിക്കുക നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ പാപം, സുവിശേഷം, ന്യായപ്രമാണം എന്ന ഭാഗവും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എന്താണ് അതുപോലെ മാനസാന്തരവും ക്ഷമയും. ഇതിൽ ഏറ്റവും വലിയൊരു കണ്ടന്റ് എന്ന് പറയുന്നത് മാനസാന്തരപ്പെടാത്ത ഒരു വ്യക്തിക്കും എന്താണ് സ്വർഗത്തിൽ എത്തപ്പെടാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ മാനസാന്തരവും അതുപോലെ ക്ഷമിക്കേണ്ടത് ആവശ്യകതയെക്കുറിച്ചും തിരിച്ചടികളെക്കുറിച്ചും അവനെ പങ്കിടുന്നതിനെക്കുറിച്ചും മറ്റുള്ളവരോട് യേശുവിനെ കുറിച്ച് ഷെയർ ചെയ്യുന്നതിനെക്കുറിച്ചും എല്ലാം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ക്വാർട്ടറിലെ അവസാനത്തെ പാഠമാണ് നമ്മൾ പഠിച്ചത്, നിത്യതയിലേക്ക്. അപ്പോൾ ഇത്രയും പാഠം പഠിച്ചതിൽ ഇതിൽ യേശുവുമായിട്ടൊരു ബന്ധം നിലനിർത്തുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന പാഠം ഏതാണ്, ഏറ്റവും അധികം നിങ്ങൾ ഏത് വശമാണ് നിങ്ങൾ ഓർമ്മിക്കാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്നാണ് ലാസ്റ്റത്തെ ഈ ചോദ്യം. ഇത് നമുക്ക് പേഴ്സണലായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് തന്നെ ചിന്തിക്കാം. നമ്മൾ യേശുവിനോടൊപ്പം നിത്യതയിലേക്ക് എത്തപ്പെടുന്നതിനും ജീവിക്കുന്നതിനും വേണ്ടിയാണ് ഈ ഭൂമിയുടെ ജീവിതമെല്ലാം ഒരു ട്രയൽ റണ്ണായിട്ട് കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, യേശുവിനോടൊപ്പം എപ്പോഴും ആയിരിക്കേണ്ടതിന് പ്രാർത്ഥനയാലും സ്തുതിയാലും സ്തോത്രത്താലും അല്ലാതെ തന്നെ നമുക്ക് ഒരു വ്യക്തിയോടെന്ന പോലെ സ്വർഗത്തിലേക്ക് നോക്കി സംസാരിക്കുന്നത് പ്രാക്ടീസ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ എപ്പോഴും ദൈവത്തോടുകൂടെ ആയിരിക്കേണ്ടതിന് ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാട്ടെ. ഒരു കാപ്പട്യമില്ലാത്ത സ്നേഹം ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ അങ്ങനെ തന്നെ ആയിരിക്കേണ്ടതിന് എന്നെയും നിങ്ങളെയും ദൈവം ഒരുക്കുമാറാട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പാഠപഠനത്തിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗാസുരങ്ങൾ അധിവസിക്കുന്ന സ്നേഹവാനും കാരുണ്യവാനുമായ ദൈവമേ, തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട ഈ പാഠത്തിന് നന്ദി അർപ്പിക്കുന്ന കർത്താവേ, ദൈവമായ ഒരു ബന്ധത്തിൽ വളർന്ന് നിത്യതയിൽ ദൈവത്തോടൊപ്പം തന്നെ ജീവിക്കുകയും ദൈവത്തെ അനുഗമിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളെ സഹായിക്കുമാറാണ്. യേശുവിൻ്റെ രണ്ടാം വരവിൽ യേശുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു മണവാട്ടിയായിരിക്കാൻ എന്നെയും കേൾക്കുന്നവരെയും എല്ലാവരെയും അവിടെ നിന്ന് അനുഗ്രഹിക്കുമാറാണ്. ഞങ്ങളുടെ പാപങ്ങൾ, ബലഹീനതകൾ, കുറ്റങ്ങൾ, കുറവുകൾ എല്ലാം അവിടെ നിന്ന് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം എപ്പോഴും ദൈവത്താൽ ഭൂമിയിലും ഞങ്ങൾ നയിക്കപ്പെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ നന്മകളും നിറയ്ക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം പ്രിയ പിതാവേ, ആമേൻ. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.